പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകർ ആരൊക്കെയാണ്? ISIയുടെ പിന്തുണയിൽ ലഷ്കർ ഇ തൈബ ആസൂത്രണം ചെയ്ത് TRF നടപ്പാക്കിയ ഭീകരാക്രമണം എന്ന അന്വേഷണത്തിലേക്ക് എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന രേഖാചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഈ രേഖാചിത്രത്തിൽ കാണുന്ന വ്യക്തി ഈ ഭീകരാക്രമണത്തിൽ പങ്കാളിയാണ് എന്ന് സംശയിക്കുന്ന ആളാണ്. അയാളുടെ രേഖാചിത്രം ഇപ്പോൾ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു. ഭീകരർ ഓടിമറഞ്ഞതും ഒളിഞ്ഞിരിക്കുന്നതുമായ ഇടങ്ങളിലേക്ക് സൈന്യത്തിന്റെ പരിശോധനകൾ എത്താൻ പോകുന്നു. അവർ ഈ രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുന്നു. ഈ രേഖാചിത്രം ഭീകരരെ കണ്ടെത്താൻ സഹായകരമാകും എന്നാണ് സൈന്യം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ ആസൂത്രണത്തിൽ നടപ്പാക്കിയ ഭീകരാക്രമണം എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതിന് പൂർണ്ണമായും ISIയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇതിലെ മുഖ്യ ആസൂത്രകൻ എന്ന് നമ്മൾ സംശയിക്കുന്ന സൂത്രധാരൻ എന്ന് നമ്മൾ കണ്ടെത്തുന്ന ലഷ്കറിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടുപ്പക്കാരനാണ്. പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് കസൂരിയെ വിശേഷിപ്പിക്കാറുള്ളത്. പാക് സൈന്യത്തിന് പരിശീലനം നൽകുകയും അവർക്ക് വേണ്ട അവരുടെ മുന്നിൽ പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളയാളാണ് കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ്. സെയ്ഫുള്ള ഖാലിദിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ യുവാക്കളെ ഭീകരാക്രമണത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ്. പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തി കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ളയാളാണ് കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രേഖാചിത്രം സൈന്യം പുറത്തുവിട്ടിരിക്കുന്ന രേഖാചിത്രമാണ്. ഈ രേഖാചിത്രത്തിലൂടെ നമ്മൾ കാണുന്ന വ്യക്തിയാണ് ഈ വ്യക്തികളാണ് ഭീകരാക്രമണത്തിൽ പങ്കാളികളായവർ എന്ന് സൈന്യം സംശയിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ രേഖാചിത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഈ രേഖാചിത്രം പുറത്തുവിട്ടു കഴിഞ്ഞാൽ ഇതോടുകൂടി ഇവരെ കണ്ടെത്താൻ ഇത് സഹായകരമാകും എന്ന പ്രതീക്ഷയാണ് സൈന്യത്തിനുള്ളത്. ഏതായാലും ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യത്തിന് എത്തിച്ചേരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാകിസ്ഥാന്റെ കൈയോടുകൂടി നടപ്പാക്കപ്പെട്ട ഭീകരാക്രമണം എന്ന നിലയിൽ ഇത് അതീവ ഗൗരവമുള്ള സംഭവമായി മാറുന്നു. കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ഇന്ന് വൈകിട്ട് 6 മണിക്ക് യോഗം ചേരാൻ പോകുന്നു. പ്രതിരോധ മന്ത്രിയെ സൈനിക തലവന്മാർ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടത് പഹൽഗാമിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതാണ്. സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് പഹൽഗാമും സമീപ മേഖലകളും. കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. 29 പേർ, മലയാളി ഉൾപ്പെടെ 29 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം 2019 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ശേഷം സമാധാനം നിലകൊണ്ടിരുന്ന ആ പ്രദേശത്ത് ഇതുവരെ ഇല്ലാത്ത രാജ്യത്തെ നടുക്കുന്ന ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന് പിന്നിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ പിന്തുണയിൽ ലഷ്കർ ആസൂത്രണം ചെയ്ത് TRF നടപ്പാക്കിയ ഭീകരാക്രമണമാണിതും എന്ന നിഗമനത്തിലേക്ക് ഇന്ത്യൻ സൈന്യം എത്തുന്നു. NIA ഗ്രൗണ്ടിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തരൂ. ഇപ്പോൾ അമിത്ഷാ പഹൽഗാമിൽ എത്തിയിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കണം. ഞാൻ ദിലീപ് കുമാറിലേക്ക് ഒന്ന് പോകുന്നു. ദിലീപ്, ഇത് ISIയുടെ പിന്തുണയിൽ ലഷ്കർ ആസൂത്രണം ചെയ്ത് റെസിസ്റ്റൻസ് ഫോഴ്സ് നടപ്പാക്കിയ ഭീകരാക്രമണം എന്ന ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദിന് പാക് സൈന്യവുമായുള്ള ബന്ധം ഈ സംശയത്തെ ബലപ്പെടുത്തുന്നതല്ലേ? GK, ഇപ്പോൾ ഏറ്റവും പുതുതായി പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് 3 പേരുടെ രേഖാചിത്രങ്ങളാണ് NIA ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ദൃക്സാക്ഷികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് NIA സംഘം ഈ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ആസിഫ് ഹാജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നിവരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരുടെ രേഖാചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാനാണ് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ 2 പേരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിരുന്നു. അവർ 2 പേരും കശ്മീർ സ്വദേശികളാണ്. ആദിൽ, ആസിഫ് എന്നിവരാണ് എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായതാണ്. കൂടുതൽ സഹായങ്ങൾ ഈ പഹൽഗാമിലടക്കം അതോടൊപ്പം തന്നെ ബൈസറൻ താഴ്വരയിൽ അടക്കമുള്ളവരുടെ കൂടുതൽ പിന്തുണ, കൂടുതൽ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. നേരത്തെ GK ചോദിച്ചതിൽ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ പാകിസ്ഥാനുള്ള പങ്കാണ്. പാകിസ്ഥാന് ഈ ഭീകരാക്രമണത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഈ ഭീകരാക്രമണം നടത്തിയവരിൽ 2 പേർ പാക് പൗരന്മാരാണ് എന്ന വിവരവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. പഷ്തൂൺ ഭാഷയാണ് ഇവർ സംസാരിച്ചിരുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ളവർ സംസാരിക്കുന്ന ഭാഷയാണ്. പഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന 2 പേർ
ഈ പാകിസ്ഥാൻ പൗരന്മാരാണ്. അവർ ഇന്ത്യയിലേക്ക് കടന്നു കയറി രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണം നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന് നേരത്തെ തന്നെ ഈ നുഴഞ്ഞുകയറ്റം അതടക്കമുള്ള വിഷയങ്ങൾ, നിയന്ത്രണ രേഖയിൽ സമീപകാലത്തുണ്ടായ ഏറ്റുമുട്ടലുകൾ, ഇതൊക്കെ തന്നെ പാകിസ്ഥാന് ഈ വിഷയത്തിലുള്ള ഈ ഭീകരാക്രമണത്തിലുള്ള പങ്ക് തെളിയിക്കുന്നതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായി അവരുടെ പ്രതിരോധ മന്ത്രി അവർക്ക് പങ്കില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും തെളിവുകളൊക്കെ ലഭ്യമാകുന്ന തെളിവുകളൊക്കെ പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ട്. ഇതിന്റെ മുഖ്യ ആസൂത്രകൻ ദിലീപ്, ഇപ്പോൾ ഈ വിവരങ്ങൾ നോക്കുമ്പോൾ ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് നമ്മൾ സംശയിക്കുന്ന കസൂരി എന്ന സെയ്ഫുള്ള ഖാലിദ്, അയാൾ കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയാണ്. യുവാക്കളെ ഭീകരാക്രമണത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നയാളാണ് കസൂരി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2-ന് ഖൈബർ പഷ്തൂൺ മേഖലയിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാനാവുന്നതെല്ലാം ചെയ്യും എന്നായിരുന്നു ആ പ്രസംഗത്തിലെ പ്രകോപനപരമായ പരാമർശം. സ്വാഭാവികമായും ISIയുടെ പിന്തുണയിൽ ലഷ്കർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കപ്പെട്ട ഭീകരാക്രമണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതല്ലേ ഈ പൂർവ്വകാല സംഭവങ്ങൾ? GK, ഈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ പാകിസ്ഥാനിലുള്ള സൈഫുള്ള കസൂരി അല്ലെങ്കിൽ സൈഫുള്ള ഖാലിദാണ് എന്ന കാര്യവും അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ആസൂത്രിതമായാണ് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഈ ബൈസാരൻ താഴ്വരയിലേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്താൻ കഴിയൂ. അവിടേക്ക് രക്ഷാപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികൾക്കും രക്ഷാദൗത്യത്തിനുമൊക്കെ വലിയ തോതിലുള്ള തടസ്സമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ സ്ഥലം ഭീകരാക്രമണത്തിന് തിരഞ്ഞെടുത്തത് എന്ന വിവരവും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സൈഫുള്ള ഖാലിദ് തന്നെ അല്ലെങ്കിൽ സൈഫുള്ള കസൂരി തന്നെ ഇന്ത്യ വിരുദ്ധ പ്രസംഗത്തിന്, ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് പാകിസ്ഥാനിൽ നേതൃത്വം കൊടുക്കുന്നയാളാണ്. പാകിസ്ഥാനിലെ സൈന്യം തന്നെ ഇന്ത്യക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും ഈ സൈഫുള്ള കസൂരിയെ കൊണ്ടുപോയി അവിടങ്ങളിലൊക്കെ വിദ്വേഷ പ്രസംഗം നടത്തി ഇന്ത്യക്കെതിരായ വികാരം സൃഷ്ടിക്കുക എന്നതിന് പാകിസ്ഥാൻ തന്നെ ആ നിലയിലുള്ള സഹായമൊക്കെ ഇയാൾക്ക് ചെയ്തു കൊടുത്തിരുന്നു. ലഷ്കർ ഇ തൈബയുടെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ് ഈ സൈഫുള്ള കസൂരി. ഹാഫിസ് സയ്യിദിൻ്റെ വിശ്വസ്തനായ അനുയായിയാണ്. ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദിൻ്റെ വിശ്വസ്തനായ അനുയായിയാണ് ഈ സൈഫുള്ള കസൂരി. ഈ ഭീകരാക്രമണത്തിന് അതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നയാൾ പാകിസ്ഥാനിലുള്ള സൈഫുള്ള കസൂരിയാണ്. ഈ സൈഫുള്ള കസൂരിയുടെ നേതൃത്വത്തിൽ ഈ ആക്രമണം ആസൂത്രണം ചെയ്യുക, അതിന് സ്ഥലം തിരഞ്ഞെടുക്കുക, ഈ ഭീകരാക്രമണം റെക്കോർഡ് ചെയ്യുക, മാത്രമല്ല നിരപരാധികളായ മനുഷ്യരെ തോക്കിൻ മുനയിൽ അതിനുപയോഗിച്ചിട്ടുള്ള തോക്കുകൾ M4 കാർബൈൻ അമേരിക്കൻ നിർമ്മിത തോക്കാണ്, മറ്റൊന്ന് AK-47 തോക്കാണ്. ഈ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധികളെ കൊന്നൊടുക്കുക, അതിന് ഈ കശ്മീർ രാജ്യാന്തര തലത്തിൽ തന്നെ ഒരു ചർച്ചയാക്കുക എന്നതൊക്കെ ആയിരിക്കാം ഇതിന് പിന്നിൽ കസൂരിയും പാകിസ്ഥാനുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ പിന്തുണയും ഐക്യദാർഢ്യവും ഈ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭീകരതയുടെ വേരറുക്കുന്നതിന് ഇന്ത്യക്ക് എല്ലാ സഹായവും ലോകരാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. നിർണായകമായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ ചേർന്ന് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്യും. GK.